നെക്സ്റ്റ് സെക്ഷൻ നോൺ മെഷറബിൾ സെറ്റ്സ്. ഒരു സെറ്റ് ഇയുടെ ഔട്ടർ മെഷർ 0 ആണെങ്കിൽ ആ സെറ്റ് മെഷറബിൾ ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഔട്ടർ മെഷർ മോണോട്ടോണിക് ആയതുകൊണ്ട് ഇയുടെ എല്ലാ സബ്സെറ്റിൻ്റെയും ഔട്ടർ മെഷർ 0 ആയിരിക്കും. സോ അവയെല്ലാം മെഷറബിൾ ആണ്. സോ ഔട്ടർ മെഷർ 0 ഉള്ള ഒരു സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും മെഷറബിൾ ആണ്. ബട്ട് ഇയുടെ ഔട്ടർ മെഷർ 0 ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുകയുള്ളൂ. ഇക്ക് പോസിറ്റീവ് മെഷർ ആണെങ്കിൽ മെഷറബിൾ അല്ലാത്ത സബ്സെറ്റുകൾ ഇക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. അതായത് പോസിറ്റീവ് ഔട്ടർ മെഷറുള്ള റിയൽ നമ്പേഴ്സിൻ്റെ ഏത് സെറ്റ് ഇ ചൂസ് ചെയ്താലും മെഷറബിൾ അല്ലാത്ത സബ്സെറ്റുകൾ ഇക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അത് പ്രൂവ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് രണ്ട് റിസൾട്ടുകൾ നോക്കാം. ആദ്യം ഒരു സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ ആ സെറ്റിന് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് എ ഈസ് ബൗണ്ടഡ് then m star of e is finite. ഇത് പ്രൂവ് ചെയ്യുവാൻ റിയൽ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ബൗണ്ടഡ് സെറ്റ് ഇ ചൂസ് ചെയ്യുന്നു. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബി നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഇയുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനേക്കാൾ താഴെയുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിട്ട് എ ചൂസ് ചെയ്താലും അതുപോലെ തന്നെ ഇയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാൾ ലാർജറായ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ബി ആയിട്ട് ചൂസ് ചെയ്താൽ ഇത് പോസിബിൾ ആണ്. ദെൻ മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. എം സ്റ്റാർ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി എൽ ഓഫ് എ ബി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ. സോ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. ബി മൈനസ് എ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇയും ഫൈനൈറ്റ് ആണ്. സോ ഒരു ബൗണ്ടഡ് സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഒരു ലെമ്മയാണ്. റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ബൗണ്ടഡ് മെഷറബിൾ സെറ്റാണ് ഈ സെറ്റ്. ക്യാപിറ്റൽ ലാംഡയിലെ എല്ലാ മെമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ള ഇയുടെ ട്രാൻസ്ലേഷൻ്റെ കളക്ഷൻ ഡിസ്ജോയിൻ്റ് ആവുന്ന വിധത്തിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ബൗണ്ടഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ക്യാപിറ്റൽ ലാംഡ ഉണ്ടെങ്കിൽ ഇയുടെ മെഷർ 0 ആയിരിക്കുമെന്നാണ് ഈ ലെമ്മയിൽ പറയുന്നത്. ലെമ്മ 16. Let E be a bounded measurable set of real numbers. Suppose there is a bounded countably infinite set of real numbers capital lambda for which the collection of translates of E collection lambda plus E lambda belongs to capital lambda is disjoint. Then measure of E equal to 0. നമുക്കറിയാം ഒരു മെഷറബിൾ സെറ്റിൻ്റെ ട്രാൻസ്ലേറ്റും മെഷറബിൾ ആണെന്ന്. സോ ഫോർ ഈച്ച് ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ, ലാംഡ പ്ലസ് സി മെഷറബിൾ ആണ്. ദസ് കളക്ഷൻ ലാംഡ പ്ലസ് സി ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷറബിൾ സെറ്റുകളുടെ ഒരു കൗണ്ടബിൾ ഡിസ്ജോയിൻ്റ് കളക്ഷനാണ്. ലെബക് മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആയതുകൊണ്ട് മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ലാംഡ പ്ലസ് സി ഈക്വൽ ടു സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ലാംഡ പ്ലസ് സി എന്ന് കിട്ടും. ഇയും ക്യാപിറ്റൽ ലാംഡയും ബൗണ്ടഡ് ആയതുകൊണ്ട് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ലാംഡ പ്ലസ് സി ഒരു ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും. എല്ലാ ബൗണ്ടഡ് സെറ്റുകളുടെയും ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ലാംഡ പ്ലസ് സി ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതുപോലെ ആർ എച്ച് എസിൽ മെഷർ ട്രാൻസ്ലേഷൻ ഇൻവാരിയൻ്റ് ആയതുകൊണ്ട് ഫോർ ഈച്ച് ലാംഡ മെഷർ ഓഫ് ലാംഡ പ്ലസ് സി ഈക്വൽ ടു മെഷർ ഓഫ് ഇ തന്നെയാണ്. സോ ആ ഇക്വേഷൻ ഇതുപോലെയാകും. മെഷർ ഓഫ് യൂണിയൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ലാംഡ പ്ലസ് സി ഈക്വൽ ടു സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ഇ. ഈ ഇക്വേഷൻ്റെ എൽ എച്ച് എസ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആർ എച്ച് എസും ഫൈനൈറ്റ് ആയിരിക്കും. അതായത് സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയിരിക്കും. സെറ്റ് ക്യാപിറ്റൽ ലാംഡ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് ഇത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ മെഷർ ഓഫ് ഇ എന്തായാലും 0 ആയിരിക്കണം. കാരണം മെഷർ ഓഫ് ഇ ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കെ ആണെങ്കിൽ സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ഇ ഈക്വൽ ടു കെ പ്ലസ് കെ പ്ലസ് കെ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. സെറ്റ് ക്യാപിറ്റൽ ലാംഡ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ സമ്മിൽ കെ ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ഉണ്ടായിരിക്കും. കെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയതുകൊണ്ട് സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ഇ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കുകയില്ല. സോ മെഷർ ഓഫ് ഇ ഈക്വൽ ടു 0 ആയാൽ മാത്രമേ സമേഷൻ ഓവർ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയിരിക്കുകയുള്ളൂ. സോ ഇയുടെ മെഷർ 0 ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറത്തിൽ ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ നോക്കാം.
റിയൽ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് ഈയിലെ 2 പോയിൻറ്റ്സ് റേഷണലി ഈക്വലൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അവയുടെ ഡിഫറൻസ് ഒരു റേഷണൽ നമ്പർ ആയിരിക്കണം. അതായത് ഈയിലെ 2 പോയിൻറ്റ്സ് എക്സും വൈയും റേഷണലി ഈക്വലൻ്റ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഒരു റേഷണൽ നമ്പർ ആയിരിക്കും. ഇത് സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയ ഒരു റിലേഷനാണ്. ക്ലിയർലി ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്. കാരണം ഈയിലെ ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും എക്സ് മൈനസ് എക്സ് 0 ആയതുകൊണ്ട് എക്സ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കും. ദെൻ എക്സ് മൈനസ് വൈ ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ വൈ മൈനസ് എക്സും ഒരു റേഷണൽ നമ്പർ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ റിലേഷൻ സിമെട്രിക് ആണ്. ദെൻ എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും റേഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അവയുടെ സമ്മ് എക്സ് മൈനസ് സെഡും ഒരു റേഷണൽ നമ്പർ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. സോ ഈ പറഞ്ഞ റിലേഷൻ സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ സെറ്റ് ഇയെ ഡിസ്ജോയിൻ്റ് ഈക്വലൻറ്റ് ക്ലാസ്സുകളായിട്ട് പാർട്ടീഷൻ ചെയ്യും. ആ പാർട്ടീഷൻ്റെ പ്രത്യേകത ഇവയെല്ലാമാണ്. സെയിം ഈക്വലൻസ് ക്ലാസ്സിലെ ഏത് 2 എലമെൻറ്റ്സ് ചൂസ് ചെയ്താലും അവയുടെ ഡിഫറൻസ് ഒരു റേഷണൽ നമ്പർ ആയിരിക്കും. 2 ഡിഫറെൻറ്റ് ഈക്വലൻറ്റ് ക്ലാസ്സുകളിൽ നിന്നും ഓരോ എലമെൻറ്റ്സ് വീതം ചൂസ് ചെയ്താൽ അവയുടെ ഡിഫറൻസ് റേഷണൽ നമ്പർ ആയിരിക്കുകയില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈയിലെ എല്ലാ റേഷണൽ നമ്പേഴ്സും സെയിം ഈക്വലൻറ്റ് ക്ലാസ്സിലായിരിക്കും. കാരണം ഏത് 2 റേഷണൽ നമ്പേഴ്സ് ചൂസ് ചെയ്താലും അവയുടെ ഡിഫറൻസും ഒരു റേഷണൽ നമ്പർ ആയിരിക്കും. ദെൻ ഈയുടെ ഒരു ചോയ്സ് സെറ്റ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഈക്വലൻറ്റ് ക്ലാസ്സുകളിൽ നിന്നും എക്സാക്ട്ലി 1 മെമ്പറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിലുള്ള ഈയുടെ ഒരു സബ്സെറ്റാണ്. ഈക്ക് ഈ റിലേഷൻ്റെ അണ്ടറിൽ എത്ര ഈക്വലൻറ്റ് ക്ലാസ്സസ് ഉണ്ടോ എക്സാക്ട്ലി അത്രയും മെമ്പേഴ്സ് ആയിരിക്കും ചോയ്സ് സെറ്റിലുണ്ടായിരിക്കുക. സെറ്റ് ഇയുടെ ഈക്വലൻറ്റ് ക്ലാസ്സസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എക്സാക്റ്റ് കണക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇൻഫൈനൈറ്റ്ലി മെനി ഈക്വലൻറ്റ് ക്ലാസ്സസ് ഈക്കുണ്ടെങ്കിൽ ചോയ്സ് സെറ്റിലും ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇവിടെ എല്ലാ ഈക്വലൻറ്റ് ക്ലാസ്സിൽ നിന്നും എക്സാക്ട്ലി 1 മെമ്പർ ആയിരിക്കും ചോയ്സ് സെറ്റിലുണ്ടായിരിക്കുക. ഒരു സെറ്റ് ഇവിടെ ചോയ്സ് സെറ്റ് യുണീക്ക് അല്ല. ഓരോ ഈക്വലൻസ് ക്ലാസ്സിൽ നിന്നും ഇഷ്ടത്തിനനുസരിച്ച് ഒരു മെമ്പറിനെ ചോയ്സ് സെറ്റിലേക്ക് ചൂസ് ചെയ്യാം. സെറ്റ് ഇയുടെ ഒരു ചോയ്സ് സെറ്റ് സി എക്ക് താഴെ പറയുന്ന 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ചോയ്സ് സെറ്റിലെ ഏത് 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്താലും അവയുടെ ഡിഫറൻസ് ഒരു റേഷണൽ നമ്പർ ആയിരിക്കുകയില്ല. കാരണം ചോയ്സ് സെറ്റിലുള്ളത് സെറ്റ് ഇയുടെ ഡിഫറെൻറ്റ് ഈക്വലൻറ്റ് ക്ലാസ്സുകളിൽ നിന്നുള്ള മെമ്പേഴ്സാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി, ഇയിലെ ഏതൊരു പോയിൻറ്റ് ചൂസ് ചെയ്താലും അതിനോട് ഈക്വലൻ്റ് ആയ ഒരു മെമ്പർ സി ചോയ്സ് സെറ്റിലുണ്ടായിരിക്കും. അതായത് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ഇ ദർ ഈസ് എ പോയിൻറ്റ് സി ഇൻ സി ഇ ഫോർ വിച്ച് എക്സ് ഈക്വൽ ടു സി പ്ലസ് ക്യൂ വിത്ത് ക്യൂ ഈസ് എ റേഷണൽ നമ്പർ. കാരണം ഇയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും അത് ഏതെങ്കിലും ഒരു ഈക്വലൻറ്റ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും. ആ ഈക്വലൻസ് ക്ലാസ്സിലെ ഒരു മെമ്പർ ചോയ്സ് സെറ്റിലുണ്ടായിരിക്കും. അത് സി ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ദെൻ ഈക്വലൻസ് റിലേഷൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് സി ഒരു റേഷണൽ നമ്പർ ആണെന്ന് കിട്ടും. ആ റേഷണൽ നമ്പർ ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ എക്സ് മൈനസ് സി ഈക്വൽ ടു ക്യൂ implies that x equal to c plus q where q is a rational number. ചോയ്സ് സെറ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയെ നമുക്കിതുപോലെ റീഫോർമുലേറ്റ് ചെയ്യാം. ഫോർ എനി സെറ്റ് ക്യാപിറ്റൽ ലാംഡ സബ്സെറ്റ് ഓഫ് ക്യൂ കളക്ഷൻ ലാംഡ പ്ലസ് സി ഇ ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ഈസ് ഡിസ്ജോയിൻ. ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് റേഷണൽ നമ്പേഴ്സ് ലാംഡ 1 ആൻഡ് ലാംഡ 2വിനെ ലാംഡ 1 പ്ലസ് സി ഇ ഇൻ്റർസെക്ഷൻ ലാംഡ 2 പ്ലസ് സി ഇ എം ടി സെറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യുക. ദെൻ അവ രണ്ടിലും കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് 1 റിയൽ നമ്പർ എക്സ് എങ്കിലും ഉണ്ടായിരിക്കും. എക്സ് ലാംഡ 1 പ്ലസ് സി ഇയിലുള്ളതുകൊണ്ട് എക്സ് ഈക്വൽ ടു ലാംഡ 1 പ്ലസ് സി 1 ഫോർ സം സി 1 ബിലോങ്സ് ടു സി ഇ. ദെൻ എക്സ് മൈനസ് സി 1 ഈക്വൽ ടു ലാംഡ 1, അതൊരു റേഷണൽ നമ്പറാണ്. സോ എക്സും സി 1ഉം സെയിം ഈക്വലൻറ്റ് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ എക്സ് ലാംഡ 2 പ്ലസ് സി ഇയിലുള്ളത് കൊണ്ട് എക്സ് ഈക്വൽ ടു ലാംഡ 2 പ്ലസ് സി 2 for some c2 belongs to ce. then x minus c2 equal to lambda 2, അതൊരു റേഷണൽ നമ്പറാണ്. സോ എക്സും c2ഉം സെയിം ഈക്വലൻസ് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. എക്സ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് എക്സും c1ഉം c2ഉം സെയിം ഈക്വലൻസ് ക്ലാസ്സിലായിരിക്കും. c1ഉം c2ഉം ചോയ്സ് സെറ്റിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇത് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ c1ഉം c2ഉം സെയിം ആയിരിക്കണം. ലെറ്റ് c1 ഈക്വൽ ടു c2 ഈക്വൽ ടു c. then x equal to lambda 1 plus c and x equal to lambda 2 plus c, that is lambda 1 equal to x minus c and lambda 2 equal to x minus c.
വിച്ച് ഇംപ്ലൈസ് ലാംഡ 1 ഈക്വൽ ടു ലാംഡ 2. ലാംഡ 1ഉം ലാംഡ 2ഉം ഡിഫറെൻറ്റ് റേഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. സോ ഫോർ എനി സബ്സെറ്റ് ക്യാപിറ്റൽ ലാംഡ ഓഫ് റേഷണൽ നമ്പേഴ്സ് ദി കളക്ഷൻ ലാംഡ പ്ലസ് CE ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ഈസ് ഡിസ്ജോയിൻറ്റ്